ഇന്ന് പഞ്ചാബ് കിങ്സും അതുപോലെ തന്നെ RCB തമ്മിലുള്ള ഒരു മാച്ച് ഉണ്ടായിരുന്നു. ആ ഒരു മാച്ചിൽ ഒരു 18 ഓവറിനുള്ളിൽ തന്നെ നമ്മുടെ RCB വിജയിക്കുകയായിരുന്നു. ഏതാണ്ട് 6 വിക്കറ്റിൻ്റെ വിജയമാണ് RCB നേടിയെടുത്തത്. സോ എന്തായാലും ഈ ഒരു വിജയത്തിന് ശേഷം വിരാട് കോഹ്ലി നടത്തിയൊരു സെലിബ്രേഷൻ ഉണ്ട്. അതാണിപ്പോൾ വലിയ രീതിയിലുള്ള പ്രശ്നമായി മാറിയിരിക്കുന്നത്. സോ എത്രത്തോളം വലിയ പ്രശ്നമായി നമുക്ക് കണ്ടു തന്നെ അറിയണം വരും ദിവസങ്ങളിൽ. എന്തായാലും ഇപ്പോൾ ചെറിയ പ്രശ്നമായിട്ട് മാറിയിട്ടുണ്ട്. സോ എന്താണെന്ന് നമുക്ക് നോക്കാം. അതിന് മുമ്പ് നിങ്ങളൊരു വിരാട് കോഹ്ലി ആരാധകനാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്തിട്ട് കാണാൻ ശ്രമിക്കുക. 200 ലൈക്കിൻ്റെ ടാർഗറ്റ്. സോ എല്ലാവരും അതിലേക്ക് എത്തിക്കുന്നതായിരിക്കുന്നു. സോ നിങ്ങളെല്ലാവരും കണ്ടൊരു കാര്യമായിരിക്കും വിരാട് കോഹ്ലി നമുക്കറിയാം ജിതേശ്വർ സിംഗ് ആ ഒരു 6 അടിച്ചതിന് ശേഷം വിരാട് കോഹ്ലി കാണിക്കുന്ന ഒരു സെലിബ്രേഷൻ ഉണ്ട് ശ്രേയസ് അയ്യറിനെ നോക്കി. അത് ശ്രേയസ് അയ്യറിന് ഒട്ടും തന്നെ ഇഷ്ടപ്പെട്ടില്ലെന്ന് പറയാം. വിരാട് കോഹ്ലി ശ്രേയസ് അയ്യറിനെ ഹഗ് ചെയ്യാൻ പോയപ്പോൾ ശ്രേയസ് അയ്യർ ഭയങ്കര ദേഷ്യത്തോടെ വിരാട് കോഹ്ലിയോട് സംസാരിക്കുന്നതും കണ്ടു. പിന്നെ വിരാട് കോഹ്ലി വെറുതെ ആണ് എന്നിട്ട് വിരാട് കോഹ്ലി മറ്റുള്ളവർക്ക് 1-2 പേർക്ക് ഷെയ്ക്കാൻ കൊടുത്തിട്ട് വീണ്ടും ശ്രേയസ് അയ്യറിൻ്റെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട്. ഇങ്ങനെ കൈ കാണിച്ചിട്ട് അപ്പോൾ ശ്രേയസ് അയ്യർ വിരാട് കോഹ്ലി തട്ടി മാറ്റുന്നുണ്ട്. സോ എന്തായാലും ഒരു പക്ഷേ ആ ഒരു മോശമായിട്ട് ശ്രേയസറിന് മുന്നിൽ ആ ഒരു സെലിബ്രേഷൻ നടത്തിയതിനായിരിക്കാം ശ്രേയസ് അയ്യർ അങ്ങനെ കാണിച്ചതെന്നാണ് എനിക്ക് തോന്നുന്നത്. സോ എന്തായാലും നിങ്ങളുടെ അഭിപ്രായം എന്താണ്? എന്തായാലും ഈ ഒരു ഇഷ്യൂ ഇപ്പോൾ അങ്ങോട്ട് ചൂട് പിടിച്ച് വരുന്നേ ഉള്ളൂ. സോ എന്തായാലും അത് വലുതാവോ ഇല്ലയോ എന്നുള്ള കാര്യങ്ങളൊക്കെ കണ്ടറിയണം. എന്തായാലും വിരാട് കോഹ്ലി ഇത് വളരെ മോശമായിട്ടുള്ള കാര്യമാണെന്നാണ് പലരും പറയുന്നത്. സോ വിരാട് കോഹ്ലി സെലിബ്രേറ്റ് ചെയ്തോട്ടെ, അതുകൊണ്ടൊന്നും കുഴപ്പമൊന്നുമില്ല. ബട്ട് BCCI റൂളാണ്, മറ്റുള്ളവരെ നോക്കി സെലിബ്രേറ്റ് ചെയ്യാൻ പാടില്ല. അതായത് അവരെ ഇറിറ്റേറ്റ് ചെയ്യുന്ന രീതിയിൽ സെലിബ്രേറ്റ് ചെയ്യാൻ പാടില്ല. കാരണം നമ്മുടെ ഒരു ലക്നൌവിൻ്റെ ഒരു ബോളർ ഉണ്ടല്ലോ, അതിൻ്റെ പേര് ഞാൻ പെട്ടെന്ന് ഓർക്കുന്നില്ല. സോ അദ്ദേഹം നടത്തുന്ന സെലിബ്രേഷൻ ഉണ്ടായിരുന്നു തുടക്കത്തിൽ, ആൾക്കാരുടെ അടുത്ത് നിന്ന് ഇങ്ങനെ ഇടുന്നത്. സോ അതിന് BCCI ഫൈൻ അടിച്ചിരുന്നു. അത് ആരുടെ അടുത്ത് നിന്ന് ഗ്രൗണ്ടിൽ തന്നെ ഇങ്ങനെ വരച്ച് കാണിക്കുന്നതിന് BCCI യാതൊരു വിധത്തിലുള്ള ഫൈനും ഇപ്പോൾ വിധിക്കുന്നില്ല. സോ എനിക്കറിയില്ല എന്തെങ്കിലും ഫൈൻ വരുമോ ഇല്ലയോ എന്നുള്ള കാര്യങ്ങൾ.